നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചില സന്ദർഭത്തിൽ അതിൻ്റെ പെർഫോമൻസ് വളരെ കുറഞ്ഞു പോകാറുണ്ട്. മൊബൈൽ ചിലപ്പോൾ സ്ലോ ആകും, അല്ലെങ്കിൽ ഹാങ് ആകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ലോ ആയി പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് എന്താണ് ചിന്തിക്കുക? മൊബൈലിൽ എന്തെങ്കിലും വൈറസ് കടന്നുകൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മാൽവെയർ പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മൊബൈലിൽ ആഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും തരത്തിൽ വൈറസ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും. ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് വൈറസ് വരാൻ സാധ്യതയില്ല. എന്നാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ പുറത്തു നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വൈറസ് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ആരെങ്കിലും നമുക്കൊരു ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള മാൽവെയർ പോലുള്ള വൈറസ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മൊബൈലിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലുള്ള വൈറസ് ആണെങ്കിലും നമുക്ക് അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും, അത് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. വൈറസ് ടോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ വൈറസ് ടോട്ടൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിലൂടെയും നമുക്ക് വൈറസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ സ്കാൻ എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ സ്കാൻ എന്ന ബട്ടണിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിങ്ങനെ സ്കാനായിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിങ്ങനെ സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കാണാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മൊബൈൽ മൊത്തമായിട്ടും സ്കാൻ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഓരോ ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ മാൽവെയർ അല്ലെങ്കിൽ വൈറസ് പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഏറ്റവും മുകളിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. സ്മ്യൂൾ ഡൗൺലോഡർ എന്ന ആപ്ലിക്കേഷനിൽ വൈറസ് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അവിടെ റെഡ് മാർക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കിയൊക്കെ ഗ്രീൻ കളറാണ്. വേറൊരു ആപ്ലിക്കേഷനിലും വൈറസ് ഇല്ല. എന്നാൽ ഈ സ്മ്യൂൾ ഡൗൺലോഡർ എന്ന ഈ ആപ്ലിക്കേഷനിൽ വൈറസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ വൈറസ് ഉള്ള ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ വൈറസ് ഉള്ള മറ്റുള്ള കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പോൾ സ്മ്യൂൾ ഡൗൺലോഡർ എന്ന ആപ്ലിക്കേഷനിൽ വൈറസ് ഉണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഒന്നുകൂടി ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആ സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഇല്ല, അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഗ്രീൻ കളറിലായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു ഗ്ലോബിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത ലിങ്ക്, നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഒരു റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ ആ ലിങ്കിൽ മാൽവെയർ ഉണ്ട്, വൈറസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള മറ്റു ഫയലുകൾ എങ്ങനെ ഇതിൽ സ്കാൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഫയലിൻ്റെ ഒരു ചിത്രമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫയലുകളും നമുക്കിവിടെ ഡോക്യുമെൻറ്റ്സ് ആകട്ടെ, ഫോട്ടോസ് ആകട്ടെ, ലാർജ് ഫയലാകട്ടെ എല്ലാം നമുക്കിവിടെ സ്കാൻ ചെയ്യാൻ എടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അതൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഏത് ഫയലുകളും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെക്ക് ചെയ്ത് അതിൽ വൈറസ് ഉണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മുടെ മൊബൈൽ പെർഫോമൻസ് വളരെയധികം വർദ്ധിപ്പിക്കാനും വൈറസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മൊബൈലിൽ
ഇതുപോലെ വൈറസ് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.